نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ولئن سألتهم ليقولن إنما كنا نخوض ونلعب قل أبالله وآياته ورسوله كنتم تستهزئون لا تعتذروا قد كفرتم بعد إيمانكم إن نعفو عن طائفة منكم نعذب طائفة بأنهم كانوا مجرمين يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 65-66 ആയത്തുകളാണ് നമ്മുടെ ഈ ഖുതുബയുടെ തുടക്കത്തിൽ ഓതിവെച്ചത്. എന്താണ് ആ ആയത്തിലൂടെ അള്ളാഹു പരാമർശിക്കുന്നത് എന്നും എപ്പോഴാണ് ആ ആയത്ത് അവതരിച്ചത് എന്നും വിശദീകരിക്കുന്നതിന് മുമ്പ് ഈ ആധുനിക ലോകവുമായി ബന്ധപ്പെട്ട് ചില ആമുഖങ്ങൾ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതം അത് ഇസ്ലാമാണ് എന്ന വിഷയത്തിൽ ഒരു തർക്കവുമില്ല. പണ്ട് കാലത്ത് വിമർശനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് വിമർശനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പരിഹാസങ്ങളിലേക്കും ട്രോളുകളിലേക്കും ചുരുക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ തന്നെ പണ്ട് പ്രാമാണികമായിക്കൊണ്ട് ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ടാണ് എന്തുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ പറയുന്നു, എന്തുകൊണ്ട് ഇസ്ലാമിന്റെ മാനവികത ഇങ്ങനെയായി എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അസഹിഷ്ണുത അങ്ങേയറ്റം പോയി ഖുർആനിന്റെയും ഹദീസിന്റെയും വാചകങ്ങൾ മാത്രമല്ല, ഒരു മുസ്ലിമിന്റെ വേഷമാകട്ടെ, രൂപമാകട്ടെ, സംസാരമാവട്ടെ, പെരുമാറ്റമാവട്ടെ, എല്ലാം അത് മുസ്ലിമാണെന്നറിഞ്ഞാൽ, അത് മുസ്ലിം പേരുള്ള ഒരാളാണെന്നറിഞ്ഞാൽ
ഉടനെ ട്രോളുകളിലേക്ക്, പരിഹാസങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പേന ചലിപ്പിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി സിനിമ നിർമ്മിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി അഭിനയിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി ട്രോളുകൾ ഉണ്ടാക്കുന്നവരുണ്ട്, അതിനുവേണ്ടി റീലുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഖേദകരമെന്ന് പറയട്ടെ, അറിഞ്ഞോ അറിയാതെയോ മുസ്ലിമീങ്ങളും ചിലതൊക്കെ കണ്ടും കേട്ടും ചിരിച്ചും രസിച്ചും ദീനിന്റെ വിഷയങ്ങളിൽ ആ പരിഹാസത്തിന്റെ ഗൗരവം അറിയാതെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഞാൻ നേരത്തെ ഓതി വെച്ച 2 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ അത് മതത്തിന്റെ പേരിൽ ട്രോളുകളായിട്ട് വരുമ്പോ ഏതൊരു നിലപാടിലായിരിക്കണം ഒരു വിശ്വാസി? എന്താണ് അതിലൂടെ അവൻ മനസ്സിലാക്കേണ്ടത്? അതിന്റെ ഗൗരവം എത്രത്തോളമുണ്ട്? ഈ 2 ആയത്തുകൾ അവതരിക്കുന്നതിന്റെ പശ്ചാത്തലം ആദ്യം പറയാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട നിമിഷം. തബൂക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് ഏകദേശം 700 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ് തബൂക്ക്. അവിടേക്കാണ് യുദ്ധത്തിന് വേണ്ടി പോകുന്നത്. നിർബന്ധിക്കപ്പെട്ടതായിരുന്നു. കാരണം മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ചില ആളുകൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഇറങ്ങിയത്. ആ യുദ്ധത്തിന്റെ സാഹചര്യം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവരിങ്ങനെ കൂടിയിരുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സംസാരിക്കുന്ന സമയത്ത് ഒരാളുടെ ഒരു വാചകം, ആ കൂട്ടത്തിൽപ്പെട്ട നിഫാഖുള്ള കപടനായ ഒരാളുടെ വാക്ക്. ഇവിടെ കപടൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, മദീനയിൽ കപടന്മാരുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ മുനാഫിഖൂൻ, കപടന്മാരുടെ കാര്യങ്ങൾ പറയുന്നതാണ്. ഈ ഒരു സൂറത്ത് ഓതിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ബിസ്മി ചൊല്ലാറില്ല. 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ തുടക്കം മുഴുക്കെ ഈ കപടന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവർ ഉള്ളിന്റെ ഉള്ളിൽ ഇസ്ലാമിനോട് വിരോധം വെച്ചു പുലർത്തുകയും എന്നാൽ ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള കപടന്മാരിൽപ്പെട്ട ഒരാൾ പറയാണ്, ഇങ്ങനത്തെ കുറച്ച് ഖുർആൻ ഓതുന്ന ഖുറാഇങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എങ്ങനെ? ലാ അർഗബ ബുതൂന, അവർ ധാരാളമായി കൊണ്ട് ഭക്ഷണപ്രിയരാണ്, അങ്ങേയറ്റം ഭക്ഷണത്തോട് കൊതിയുള്ള ആളുകളാണ്. വല അക്ദബു അൽസിന, സംസാരത്തിൽ ഒരുപാട് കളവ് പറയുന്നവരാണ്. വല അജ്ബന ഇൻദൽ ലിഖാ, ശത്രുക്കളെ കണ്ടുമുട്ടുന്ന സമയത്ത് അവരിങ്ങനെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്ന ആളുകളായിട്ട് ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഉള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള സംഭവം പറയുന്നത്. സ്വഹാബത്തിനെ കുറിച്ച് ഒരു കപടൻ പറയാണ്, ഒരു മുനാഫിക്ക് പറയുന്ന ഒരു വാചകമാണ്, ഞാൻ ഇങ്ങനത്തെ കുറച്ച് വലിയ ഖുർആനിന്റെ ആളുകളാണ് അവരൊക്കെ, അവരിങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട് ശരി തന്നെ, പക്ഷേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ആർത്തിയുള്ള ആളുകൾ, എപ്പോഴും കളവ് പറയുന്ന ആളുകൾ, ശത്രുക്കളുടെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി പറയും. ശത്രുക്കളെ കണ്ട പിന്നെ അവരുടെ പൊടി പോലും കാണൂല. കേവലം ഒരു വാക്ക് മാത്രം. പക്ഷേ ഈ ഒരു വാക്ക് പറഞ്ഞതും ഫഖാല റജുലുൻ മിനൽ മജ്ലിസ്, ആ ഒരു സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അഥവാ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബ്ത, നീ പറഞ്ഞത് കള്ളമാണ്. വലകിന്നക മുനാഫിഖുൻ, തീർച്ചയായും നീ ഒരു മുനാഫിക്കാണ്, നീ ഒരു കപടനാണ്. ഇതും പറഞ്ഞുകൊണ്ട് ലഉഖ്ബിറന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാര്യം ഞാൻ എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. ഇതും പറഞ്ഞുകൊണ്ട് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അദ്ദേഹം നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ചെന്നു.
ഹദീസിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എത്തുന്നതിന് മുമ്പ് തന്നെ വനസലൽ ഖുർആൻ, അപ്പോഴേക്ക് ഖുർആൻ അവതരിച്ചു. ഖുർആനിന്റെ ആയത്തായിരുന്നു അത്. ഏതാണ് ആയത്തെന്നറിയോ? സൂറത്തു തൗബയിലെ 65, 66 ആയത്തുകൾ. വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. വലഇൻ സഅൽതഹും, അവരോട് അതിനെപ്പറ്റി ചോദിച്ചാൽ, അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നതിനെ കുറിച്ച്, സ്വഹാബത്തിനെ കളിയാക്കുന്നതിനെ കുറിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വല്ലതും പറയുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യുന്നതാണ്, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, തീർച്ചയായും ഞങ്ങൾ കളി പറഞ്ഞതാണ്, ഞങ്ങൾ ഒരു തമാശ പറഞ്ഞതാണ്, ഒരു തമാശക്ക് വേണ്ടി പറഞ്ഞതാണ്, അങ്ങനെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നവർ പറയും. അവിടെ അള്ളാഹു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ഖുൽ, നബിയെ പറയുക, അബില്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിലാണോ, വആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകളുടെ വിഷയത്തിലാണോ, വറസൂലിഹി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാര്യത്തിലാണോ, കുൻതും തസ്തഹ്സിഊൻ, അല്ലാത്ത വാക്കാണത്. നിങ്ങൾ തമാശ കളിക്കുന്നത്, നിങ്ങൾ പരിഹസിക്കുന്നത് അള്ളാന്റെ വിഷയത്തിലാ, അല്ലാഹുവിന്റെ ആയത്തിന്റെ കാര്യത്തിലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലാണോ? ഇവിടെ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ഖുർആനിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോ അള്ളാഹു കൊടുത്ത മറുപടിയാണത്. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിച്ചില്ല. അള്ളാഹു പറയാണ്, ലാ തഅ്തദിറു, നിങ്ങൾ ഇനി ഒരു ഒഴിവ് കഴിവും പറയണ്ടോ, നിങ്ങളൊന്നും പറയണ്ട. കാരണം ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾക്ക് ഈമാൻ കിട്ടിയിട്ട്, നിങ്ങൾക്ക് വിശ്വാസം കിട്ടിയിട്ട് പിന്നെയും നിങ്ങൾ കാഫിറുകളായി മാറിയിട്ടുണ്ട്. എത്ര ഗൗരവമുള്ള വാക്കാണത്. ഖദ് കഫർതും ബഅദ ഈമാനിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ ദീന് കിട്ടിയിട്ടും, ഈ ദീന് വിശ്വസിച്ചിട്ടും നിങ്ങൾ ഇപ്പോഴും അവിശ്വാസിയായിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നഅഫു അൻ ത്വായിഫത്തിൻ മിൻകും, നിങ്ങളിൽ ആരെങ്കിലൊക്കെ അതൊന്ന് തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ റെഡിയാണ്. പക്ഷേ എന്നാൽ അതിനൊക്കെ ആ തെറ്റുകളൊക്കെ കൊണ്ടു നടക്കുന്ന കുറ്റവാളികളായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ കാര്യത്തിൽ ഒരിക്കലും അള്ളാഹു അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കൂല. ഈ ഒരു ആശയത്തിൽ അള്ളാഹു പറയാ, ഈ ഒരു ആയത്തിറങ്ങി ആ മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അയാൾ വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ഹദീസിൽ കാണാൻ പറ്റും, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ആ മുനാഫിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ആ ഒട്ടകത്തിന്റെ ജീനിയുടെ ഭാഗത്ത് അതിന്റെ കയറ് പിടിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, പ്രവാചകനെ ഞാൻ തമാശ പറഞ്ഞതാ, ഞാൻ അത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞതാ, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാ. ഞാനൊരു തമാശയും കളിയുമായിട്ട് മാത്രം പറഞ്ഞതാ, ഒന്ന് ചിരിക്കാൻ വേണ്ടി, ഒന്ന് തമാശയാക്കാൻ വേണ്ടി പറഞ്ഞതാ. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അബില്ലാഹ് വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. ആ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അയാൾ ഇങ്ങനെ പ്രവാചകൻ കയറിയ ഒട്ടകത്തിന്റെ പിന്നാലെ ഓടി. അയാളുടെ കാല് പാറയിൽ തട്ടി കാലിങ്ങനെ മുറിഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ ദൂതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ ഉപദ്രവിച്ചിട്ട് ആ ഉപദ്രവിച്ച ആള് പ്രവാചകന്റെ മുന്നിൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ വിട്ടുവീഴ്ച തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിലേക്ക് ചാട്ടുളി എറിഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തിയ ആള് വഹ്ശ് ഇബ്നു ഹർബ് ഇസ്ലാമിലേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. എത്ര ആളുകളെ സ്വഹാബത്തിനെ കൊലപ്പെടുത്തിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ച ചെയ്തിട്ടും ഈ ഒരു കാര്യത്തിൽ അല്ലാഹ് പറഞ്ഞ വാചക, ഈ ഒരു കാര്യത്തിൽ അള്ളാന്റെ വാക്കാണത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ തമാശയും കളിയുമൊക്കെ നമ്മൾ പരസ്പരം പറയുന്നതും അള്ളാന്റെ കാര്യത്തിൽ പറയുന്നതും ദീനിന്റെ വിഷയത്തിൽ പറയുന്നതും തമ്മിലുള്ള ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? ചില ആളുകൾ ചോദിക്കും, ഞാനൊരു വാക്കല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ എന്നാ കേട്ടോ. ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നത് ഒരു വാക്കുകൊണ്ടാ, ഒരു വാക്ക് പറഞ്ഞിട്ടാ.
ഒരാൾ മുസ്ലിം ആകാ എന്ന് പറഞ്ഞാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന വാക്ക് പറഞ്ഞിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നതെങ്കിൽ ഒരു വാക്ക് കൊണ്ട് തന്നെ ഒരാൾ ഇസ്ലാം എന്ന് പുറത്തും പോകും. അതാ ഈ ഒരു ആയത്ത് പഠിപ്പിച്ചത്. ഖദ് കഫർതും ബഅദ ഈമാനിക്കും. അയാള് ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞോ, ഞാൻ പ്രവാചകൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞോ, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അല്ലാഹ് പറയാണ് ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾക്ക് ഈമാൻ കിട്ടിയിട്ട് പിന്നെ നിങ്ങൾ തിരിഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ദീനിന്റെ വിഷയത്തിലൊക്കെ ഇങ്ങനെ ട്രോളുകൾ ഉണ്ടാക്കി അതൊക്കെ ചിരിച്ചും തമാശയാക്കിയും ഒക്കെ പോകുന്ന ആളുകളോട് ചില നിർദ്ദേശങ്ങൾ നമുക്ക് പറയാനുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു വിശ്വാസി ആയതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് വിശ്വാസികളോടാണ്. കാരണം ഒരു പക്ഷേ നാളെ ഈ ഒരു സംസാരവും ട്രോളാക്കി മാറ്റാം. വിശ്വാസികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇസ്ലാമിന്റെ വിഷയത്തിൽ വിമർശനം കാണിക്കുന്ന ആളുകൾ 3 തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്ന് വെച്ചാൽ അവർക്ക് ഇസ്ലാം വേണ്ട, ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നില്ല. അവര് ഒരു പക്ഷേ മുസ്ലിം പേരായിരിക്കാം, നല്ല മുസ്ലിം പേരുള്ള ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അവര് പറയും ഞങ്ങൾക്ക് ഇസ്ലാമിന് വേണ്ട. ആ ഇസ്ലാമിനോട് അങ്ങേറ്റം വിരോധം വെക്കുന്ന ആളുകൾ, അവരുടെ ജീവവായു എന്ന് പറഞ്ഞ ഇസ്ലാം വിമർശനമാണ്. ഇസ്ലാം വിമർശനം എന്നല്ല, ഇസ്ലാമിനെ പരിഹസിക്കൽ. അവരുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ ഇസ്ലാമിനെ ഏതെല്ലാം കാര്യങ്ങളിൽ കളിയാക്കാം എന്ന് പറഞ്ഞിട്ടാ. അതിനുവേണ്ടി ഖുർആൻ ക്ലാസ് തുടങ്ങുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി ഖുർആനിന്റെ ആയത്തുകൾ അല്ലാഹ് പറഞ്ഞതിന് വിരുദ്ധമായി കൊണ്ട് സ്വന്തം വ്യാഖ്യാനം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഈ കേരളക്കരയിലുള്ള കാര്യം മാത്രം പറയുന്നത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളൊന്നും പറയുന്നില്ല. അവർ ഖുർആനിനെയും ആയത്തിനെയും ഹദീസിനെയും പ്രവാചക ചരിത്രത്തെയും എല്ലാം വികലമാക്കിക്കൊണ്ടിരിക്കും. അവർ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് വരുമാനം കിട്ടുന്നത് ഈ പരിഹാസത്തിലൂടെയാണ്. അവർക്ക് ആളുകളിൽ റീച്ച് കിട്ടുന്നത് ഈ വിമർശനത്തിലൂടെയാണ്, കളിയാക്കലിലൂടെയാണ്. അതുകൊണ്ട് അവരത് നിർവഹിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളിലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് തന്നെയാണ്. ഒരു വിശ്വാസിക്കഥ പറയാനുള്ളത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് നമ്മളെല്ലാം ജീവിച്ചിരിക്കെ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാനായി ഒരു സിനിമ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലോകത്ത് വലിയ ചർച്ചയുണ്ടാക്കിയത്. എന്നാൽ അന്ന് സിനിമ നിർമ്മിച്ച ആൾ ഇന്ന് ഇസ്ലാമിന്റെ പാന്താവിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എത്രയെത്ര കാഴ്ചകൾ ചരിത്രങ്ങളിലും വർത്തമാനകാലങ്ങളിലും നമ്മൾ എത്രയോ ആളുകളെ കണ്ടു. അങ്ങനെ വിമർശിച്ച് നടന്നവരൊക്കെ പിന്നീട് ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് അവർ മാറിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും എന്നാലും ഞങ്ങൾ പരിഹസിക്കും, എന്നാലും ഞങ്ങൾ കളിയാക്കും എന്നാണെങ്കിൽ അവരോട് പറയാനുള്ളത്, വിശുദ്ധ ഖുർആൻ സൂറത്തു സഫിലെ 8-ാമത്തെ ആയത്താണ്. എന്താണ് ആയത്ത് എന്നറിയോ? അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. يريدون അവർ വിചാരിക്കുകയാണ്, അവർ ഉദ്ദേശിക്കുന്നു, ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, തന്റെ വായ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ കെടുത്താമെന്നവർ വിചാരിക്കുകയാണ്. വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ വാചകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രകാശം അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് കാഫിറുകൾക്ക് വെറുപ്പുള്ള കാര്യമാണെങ്കിലും ശരി, അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ ബേജാറാവണ്ട, അവരുടെ കാര്യം അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. എന്ന രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. ഒന്നാമത് പറഞ്ഞത് ഇസ്ലാം വേണ്ടാന്ന് പറഞ്ഞ ആളുകളാണെങ്കിൽ, രണ്ടാമത്തത് ഇസ്ലാമിൽ തന്നെയാണ്. അവർ ഇസ്ലാം തന്നെയാണ്, മുസ്ലിമാണെന്ന് അവകാശപ്പെടും. പക്ഷേ മുസ്ലിമായി അവർ ജീവിക്കൂല. ഇസ്ലാമിന്റെ ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറ്റിത്തിരുത്തലുകളാണ്. എന്ത് കാര്യം പറഞ്ഞാലും സംഭവം ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ഒക്കെ ഉണ്ട് തന്നെ, ശരി തന്നെയാണ്. പക്ഷേ എനിക്കത് ചെറുതായിട്ട് എൻ്റെ ഒരു ജീവിതത്തിൽ നോക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഉണ്ടാകും. എല്ലാ വിഷയങ്ങളിലും അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. അവർ തീരെ നിസ്കരിക്കാത്ത ആളുകളല്ല, പക്ഷേ നിസ്കാരത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ചില ന്യായങ്ങളുണ്ട്. എന്താ എപ്പോഴും ഈ നിസ്കാരം? നമ്മൾ നിസ്കരിച്ചിട്ട് ഇപ്പൊ പടച്ചോനിക്ക് ഇപ്പൊ എന്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ പൈസ കൊടുക്കുന്നുള്ളൂ.
ഈ നിസ്കരിക്കുമ്പോ തന്നെ പൈസക്ക് കിട്ടുകയാണെങ്കിൽ വലിയൊരു ഹൈറായിരുന്നു അല്ലേ? ഒരു തമാശക്ക് വേണ്ടി പറയുന്ന ചില വാക്കുകൾ, കളിയാക്കുന്ന വാക്കുകൾ. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ വാചകം എന്തെന്നറിയോ? വഇദാ നാദൈതും ഇലസ്സലാഹ്, നമസ്കാരത്തിലേക്ക് അവരെ വിളിച്ചാൽ ഇത്തഖദൂഹാ ഹുസുവൻ വലഇബാ, അവരതൊരു തമാശയാക്കി, ഒരു വിനോദ വിഷയമാക്കി അവരിങ്ങനെ മാറ്റുക. അതൊരു തമാശക്ക് വേണ്ടിയിട്ട് മാത്രം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. എന്നിട്ടോ ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, അവരകത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാത്തൊരു ഖൗമാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്. എന്താ കുറെ നിസ്കരിച്ചിട്ട് അങ്ങനത്തെ പ്രയോഗങ്ങൾ നടത്താൻ? ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമാണോ? അല്ല, നോമ്പിന്റെ കാര്യത്തിൽ പറയുമ്പോൾ എന്തിനാ ഇപ്പൊ നോമ്പെടുക്കേണ്ട ആവശ്യം? അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് കുലു വശ്റബൂ എന്നല്ലേ, തിന്നോളി കുടിച്ചോളി എന്നല്ലേ. അപ്പൊ ഖുർആനിൽ അതന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോമ്പൊന്നും ആവശ്യമില്ല, അതിന്റെ ബാക്കി പറയൂല. നിസ്കരിക്കുന്ന കാര്യം പറയുമ്പോ പറയും വൈലുലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം, നിസ്കരിച്ചാൽ നരകം കിട്ടുന്നല്ലേ ഖുർആൻ തന്നെ പറഞ്ഞത്. അപ്പൊ പിന്നെ എന്തിനാ നിസ്കരിക്കേണ്ട ആവശ്യം? തമാശയാക്കി പറയാ. അള്ളാഹുവിന്റെ കലാമിനെ അല്ല പറയാത്ത ഒരു ആശയത്തിൽ, അല്ല പറയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പറയാം. രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും അവരിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഖുർആനിന്റെ ആയത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്, അല്ലേ? വലതുപക്ഷം ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അത് കേരളത്തിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാ? എന്നാൽ ചില ആളുകൾ വിശദീകരിക്കുമ്പോൾ തമാശക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പറയൽ കാഫിറായി പോകുന്നതിന് തുല്യാണ്. വലഇൻ കഫർതും ബഅദ ഈമാനിക്കും, അല്ല പറഞ്ഞ വാചകമായി പറയുന്നത്, ഒരു തമാശയല്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു തമാശയല്ല. സകാത്തിന്റെ വിഷയം കൊടുക്കാൻ വേണ്ടി പറയുമ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ചില ആളുകളൊക്കെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര കൊടുക്കണം എന്ന് പറയുമ്പോൾ അത്രക്കൊക്കെ പടച്ചോനിക്ക് പത്തിന് നിന്റെ പൈസ എന്തിനാ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. ഇതാ പ്രയോഗം. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോ വെറും കൈ ഇങ്ങനെ പിടിച്ചിട്ടുള്ളൂ, ഒന്നും ഉണ്ടായിരുന്നില്ല, പടച്ചോനാ കൊടുത്തത്. എന്നിട്ട് അല്ല പറയണത് അതിന്റെ 2.5% കൊടുക്കണ്ടേന്ന്. പക്ഷെ അത് കൊടുക്കാൻ റെഡിയില്ല. അതിനെ കളിയാക്കുക, അതിനെ പരിഹസിക്കുക. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതും അതിനെ പരിഹസിക്കുന്നതും രണ്ടും രണ്ടാണ് ഇസ്ലാം. ഒരു കാര്യം ഒരാൾ ചെയ്യണില്ല, ഒരു പക്ഷേ അതിനുള്ള കുറ്റം അയാൾക്ക് കിട്ടും. പക്ഷെ അതിനെ പരിഹസിക്കുക എന്നുള്ളത് അതിന്റെ ഗൗരവമാണ്. അത് ഇസ്ലാം എന്ന് പുറത്തു പോണ കാര്യം. നവാഖിദുൽ ഇസ്ലാം ഉണ്ട്. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാരിങ്ങനെ എണ്ണി പറഞ്ഞ കാര്യം. അതിൽപ്പെട്ടതാണ് ഇസ്ലാമിലുള്ള ഒരു കാര്യം ഒരാൾ അതിനെ കളിയാക്കുകയോ പരിഹസിക്കുകയോ അതിനെ ഇല്ല എന്ന് പറയുകയോ ചെയ്യലൊക്കെ. അതൊക്കെ അതിന്റെ ഘട്ടങ്ങളാണ്. താടി വെക്കുന്ന ആളുകളെ ആ താടിയുടെ പേരിൽ പരിഹസിക്കുന്ന ആളുകളുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്താ? അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു എന്നാ സ്വഹാബത്ത് പറഞ്ഞേ. അത് വേണമെങ്കിൽ എടുത്തോളി എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പനയായിട്ട് പറഞ്ഞു. ഔഫിൽ ലിഹാ, നിങ്ങൾ താടി വളർത്തണം, നിങ്ങൾ ഖാലിഫുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളോട് എതിരാവണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരാള് താടി വെക്കുന്നില്ല, അയാൾ പഠിച്ചു നടക്കുകയാണ്, അൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നൊന്നുമില്ല. പക്ഷേ താടി വെച്ച ഒരാളെ അയാൾ കളിയാക്കുന്നുവെങ്കിൽ, അതിന്റെ പേരിൽ അയാളെ ആക്ഷേപിക്കുന്നുവെങ്കിൽ, അതിന്റെ പേരിൽ അയാളെ പരിഹസിക്കുന്നുവെങ്കിൽ അയാൾ ഇസ്ലാം എന്ന് പുറത്തു പോകും. അയാൾ ഇസ്ലാം എന്ന് പുറത്തു പോകും. രണ്ടാ നിയമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ചിട്ട് ഒരാൾ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, കുൽ ബിയമീനിക്, നീ നിന്റെ വലത്തെ കൈ ഉപയോഗിക്കുക, വലത്തെ കൈ കൊണ്ട് കഴിക്കുക. ആ സമയത്ത് അയാൾ പറഞ്ഞു, ലാ അസ്തതി, എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞു. എനിക്ക് കഴിയൂല, അയാൾക്ക് കഴിയാത്തത് കൊണ്ടല്ല, അയാളുടെ അഹങ്കാരം, അതുകൊണ്ട് അയാൾ പറയാണ് ലാ അസ്തതി, എനിക്ക് കഴിയൂല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലസ്തതഅത, നിനക്ക് കഴിയാതിരിക്കട്ടെ. ഹദീസിൽ കാണാൻ പറ്റും, മാ മനഅഹു ഇല്ലൽ കിബ്ർ, അവനെ തടുത്തു നിർത്തിയത് കിബ്ർ അല്ലാതെ മറ്റൊന്നുമല്ല. അവന് കയ്യിന് സ്വാധീനമില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാചകം പറഞ്ഞതു, ഫമാ റഫഅഹാ ഇലാ ഫീ, പിന്നീട് അവന്റെ കൈകൾ അവന്റെ വായിലേക്ക് ഉയർത്താൻ പറ്റിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച ആളുകളുടെ വിഷയത്തിൽ പ്രവാചകൻ ഇത്തരത്തിലുള്ള പ്രയോഗം നടത്തിയിട്ടുണ്ടോ? ഇല്ല.
നടത്തിയിട്ടില്ല. അവർക്കെതിരെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപപ്രാർത്ഥനകൾ നടത്തിയിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറയുമ്പോ അത് മുസ്ലിമാണെന്ന് അവകാശപ്പെട്ട് അല്ലെങ്കിൽ ദീനിന്റെ ആളാണെന്ന് അവകാശപ്പെട്ട് അതിനു വേണ്ടി നിൽക്കുമ്പോ അത് സ്വീകരിക്കാത്ത ആളുകൾ ഗൗരവം കൂടുതലാവും. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് എന്താ ഇസ്ലാമിന്റെ നിലപാട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈൻ ഫഫിന്നാർ. നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് നരകത്തിലാണ്. അത് ഒരു ഹദീസല്ല കേട്ടോ, ഒരു ഹദീസല്ല, ഒരുപാട് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു സത്യവിശ്വാസിയുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ വരാൻ പാടില്ല. ഒരാൾ എന്നിട്ടും നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചു, അത് കുറ്റകരമാണ്, സംശയമല്ല, അത് കുറ്റകരമാണ്. അയാൾക്ക് അതിന്റെ ശിക്ഷയുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശദീകരിച്ചപ്പോ അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തെ കുറിച്ച് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യന്റെ കുത്തേറ്റുകൊണ്ട് മദീന പള്ളിയുടെ ഭാഗത്ത് കിടക്കുമ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചില ആളുകൾ കടന്നു വരുന്നുണ്ട്. അതിൽ ഒരു ഷാബ്, ഒരു യുവാവ് അവിടെ വരുന്നുണ്ട്. എന്നിട്ട് ആ യുവാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്ത് നല്ല മനുഷ്യനാ, നിങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നല്ല ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിനോട് പറയുമ്പോ ഉമർ റളിയല്ലാഹു നോക്കിയത് അയാളുടെ വസ്ത്രത്തിലേക്കായിരുന്നു. ആ വസ്ത്രം നിര്യാണിക്ക് താഴെ വന്നത് കണ്ടു. ഉടനെ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇർഫ ലിബാസക, നീ നിന്റെ വസ്ത്രം ഉയർത്ത്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് പറയുന്നത്. അതിന്റെ ഗൗരവം അത്ര ഉണ്ട്, അത്ര ഗൗരവമുള്ളത് കൊണ്ട് തന്നെയാ പറഞ്ഞത്. അതാണ് നിനക്ക് ഏറ്റവും ഖൈറായത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വസ്ത്രം ധരിച്ചപ്പോ ഒന്ന് അറിയാതെ താഴേക്ക് പോയി, അത് കുറ്റകരമല്ല. എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ താഴേക്കിട്ടു, കുറ്റകരമാണ്, അയാൾക്ക് ശിക്ഷയുണ്ട്. പക്ഷേ ഒരാൾ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന ഒരു ഹദീസിനെ കേട്ടിട്ട് എന്താ ഇപ്പൊ നിര്യാണിന്റെ താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്ക് നരകം കിട്ടുക, അതിന്റെ മുകളിലേക്ക് പോകുമ്പോഴേക്ക് സ്വർഗം കിട്ടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ വാചകമുള്ളത് ഒരു വാക്കുകൊണ്ട് ഇസ്ലാമിലേക്ക് വരും ചെയ്യും, ഒരു വാക്കുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തും പോകും. അതാ ഗൗരവം. ഒരു വാക്കുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് ഇസ്ലാം എന്ന് പുറത്തും പോകും. അത് പുരുഷന്റെ വസ്ത്രം മാത്രമല്ല, സ്ത്രീയുടെ വേഷമാണെങ്കിലും ശരി. ഒരു പെണ്ണിനോട് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അവളുടെ വസ്ത്രം അവൾ പൂർണ്ണമായി കൊണ്ട് മറക്കണമെന്ന് തന്നെയാണുള്ളത്. എന്നാൽ മുഖം മറക്കണോ വേണ്ടേ, ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. മുഖം മറക്കൽ മുസ്തഹബാണെന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. ഒരു വിഭാഗം മുഖം മറക്കൽ നിർബന്ധമാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ പറഞ്ഞു അത് മുസ്തഹബാണ്, പുണ്യകരമായ കാര്യമാണ്. അപ്പൊ മുഖം മറക്കുമ്പോ അതിനെ വിമർശിക്കുക. ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടോ? അങ്ങനത്തെ ഏതെങ്കിലും ഒരു വേഷം ധരിച്ച ഒരാളെ കാണുമ്പോഴേക്ക് അസഹിഷ്ണുതയോടുകൂടി കമന്റ് ചലിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് അതിനെതിരെ അങ്ങേയറ്റം ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലില്ലേ? ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം പേരുള്ളവരും അതിലുണ്ട്, മുസ്ലിം പേരുള്ളവരും അതിലുണ്ട്. ഞാൻ പേരുള്ളവർ എന്നാ പറയണത്. അവർക്ക് യഥാർത്ഥത്തിൽ ഈമാൻ ഉണ്ടോ ഇല്ലെന്നുള്ളത് അയാളെ പരിശോധിക്കണ്ടേ. ഇസ്ലാം പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്, അതിനെങ്ങനെ കളിയാക്കിയും തമാശയാക്കി വെക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. സ്വർഗ നരകങ്ങളെ കളിയാക്കുന്ന ആളുകൾ. അള്ളാഹു സ്വർഗം പറഞ്ഞു, നരകം പറഞ്ഞു. അപ്പൊ ചില ആളുകളുടെ വാക്ക്, ആ ഇന്ന ആള് നരകത്തിലാണോ, എന്നാ ഞാൻ അവിടെ പോയിക്കോട്ടെ. ഇന്നാള് സ്വർഗത്തിലില്ലേ, എന്നാ എനിക്ക് സ്വർഗം വേണ്ട. ഓരോന്നില്ലാത്ത എന്ത് സ്വർഗ, അതെന്ത് സ്വർഗായിരിക്കും? തമാശയാക്കി പറയാ, കളിയാക്കി പറയാ. എന്തിനെ കുറിച്ച്? ഏതെങ്കിലും പാർട്ടിയുടെ അവരുടെ വിഷയങ്ങളെ കുറിച്ചല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയാണ് ഇത്തരത്തിൽ കളിയാക്കി പരിഹസിച്ചു പോകുന്നതെങ്കിൽ അവരുടെ വിഷയത്തിലാ പറയുന്നത്. അല്ലാഹുവിന്റെ വാചകം, ഖുൽ അബില്ലാഹി വറസൂലിഹി വആയാതിഹി വറസൂലിഹി. നിങ്ങൾ അല്ലാഹനെ കളിയാക്കുക, നിങ്ങൾ അല്ലാഹന്റെ കലാമിനെ കളിയാക്കുക. ആ ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. അതേപോലെ തന്നെ വിശ്വാസികളെ കളിയാക്കുന്ന ആളുകളുണ്ട്, ദീനനുസരിച്ച് ജീവിക്കുന്ന ആളെങ്കിലും ഉണ്ടാവും. നമ്മൾ ദീനനുസരിച്ച് ജീവിക്കാൻ റെഡിയില്ല എങ്കിൽ അതിന്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ നമുക്കായിരിക്കും. എന്നാൽ ഒരാൾ ദീനനുസരിച്ച് ജീവിക്കുന്നു, അയാൾ ഒരു പക്ഷേ സൂക്ഷ്മത പാലിക്കുന്നുണ്ടാകും പല വിഷയത്തിലും. അതിന്റെ പേരിൽ അയാളെ കളിയാക്കാൻ, പരിഹസിക്കാൻ ദീനിന്റെ കാര്യമായതുകൊണ്ട് തന്നെ അത് പാടില്ല. അല്ലാതെ തന്നെ ഒരാൾക്ക് മറ്റൊരാൾ കളിയാക്കാൻ പാടില്ല. പക്ഷെ ഇതിനൊന്നും ഗൗരവമില്ലാതെ കാണുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതൊക്കെ ഏറെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. ഇതൊരു തമാശയല്ല.
ഒരു തമാശയായി പറയേണ്ടതല്ല. ഇസ്ലാമിൽ തമാശയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറഞ്ഞ പല നിമിഷങ്ങളുണ്ട്. എന്നാൽ അതൊന്നും അള്ളാഹുവിനെയോ റസൂലിനെയോ ഖുർആനിനെയോ സഹാബത്തിനെയോ മുസ്ലിമിനെയോ ഈമാനിനെയോ ഇസ്ലാമിനെയോ ഇസ്ലാമിന്റെ ഏതെങ്കിലും അടയാളങ്ങളെയോ അല്ല പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മതത്തെ കളിയാക്കുന്ന പരിഹസിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിൽ ഒരു വിഭാഗം മതത്തെ സ്വീകരിക്കാൻ മടിയുള്ളവരാണ്, മതം അംഗീകരിക്കാത്തവരാണെങ്കിൽ. രണ്ടാമത്തെ വിഭാഗം മതം അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ അതിലെ നിയമങ്ങൾ സ്വീകരിക്കാൻ പലതിലും തൃപ്തിക്കുറവുള്ള ആളുകളാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ ഒരു പക്ഷെ നേർക്ക് നേരെ പരിഹസിക്കുന്നുണ്ടാവില്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പരിഹാസത്തിന്റെ ചിരി, പരിഹാസത്തിന്റെ ഒരു നോട്ടം, ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറയുന്നില്ല, പക്ഷെ ആ ചിരി അതുപോലും മതത്തിന്റെ വിഷയമാകുമ്പോൾ പാടില്ല. വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അല്ലാഹു പറയാണ്, ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹകൂൻ വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ വഇദാ ഇൻഖലബൂ ഇലാ അഹ്ലിഹിം ഇൻഖലബൂ ഫകിഹീൻ. അല്ലാഹു ഖുർആനിലൂടെ പറയാണ്, തീർച്ചയായും അജ്റമായിട്ടുള്ള തെറ്റ് ചെയ്ത കുറ്റകൃത്യങ്ങളിൽ നീങ്ങുന്ന ആളുകൾ അവര് സത്യവിശ്വാസികളെ കാണുമ്പോൾ അവർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. സത്യവിശ്വാസിന്റെ ഓരോ പ്രവർത്തനങ്ങളും കണ്ടിട്ട് പറയും, ഇവരൊക്കെ എന്തൊരു പോയത്തക്കാരാണ്, ഇവരൊക്കെ ഈ ലോകത്തല്ലേ, ഇവരൊന്നും ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന ആളുകൾ. അത് മാത്രമല്ല, അവരിങ്ങനെ സത്യവിശ്വാസിന്റെ അടുത്ത് കൂടി ഇങ്ങനെ പോകുമ്പോ അവര് കണ്ണിട്ട് ഇങ്ങനെ നോക്കും, കണ്ണിട്ട് കാണിക്കും, നോക്ക് ഓന്റെ ഒരു നിസ്കാരം, ഓന്റെ താടി നോക്ക്, ഒന്നും പറയണമെന്നില്ല, കണ്ണിട്ട് നോക്കുകയാണ്. പറഞ്ഞു ഒരു ആക്ഷേപത്തിന്റെ കളിയാക്കലിന്റെ ഒരു നോട്ടം. ഖുർആനിന്റെ വാചക പറയണേ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ഓരോ വിഷയങ്ങളും എത്രത്തോളം എന്നാൽ അവർ അവരുടെ ആളുകളിലേക്ക് ഇങ്ങനെ തിരിച്ചു ചെല്ലുമ്പോൾ അവരിങ്ങനെ രസിച്ചുകൊണ്ട് ചെല്ലും. ഞാൻ മറ്റോനെ കണ്ടപ്പോ നല്ലൊന്ന് കളിയാക്കിയിട്ടാ വരുന്നേ, ഞാൻ ഇവരെ കണ്ടു, ഓനെ കണ്ടപ്പോ നല്ല പറഞ്ഞു, ഓന്റെ ആ താടി ഇങ്ങനെ കണ്ടപ്പടി ഞാനങ്ങനെ നോക്കി ചിരിച്ചിട്ട് അങ്ങനത്തെ സംസാരമൊക്കെ നടത്തിയിട്ടായും വരുന്നത്. ചിലപ്പോ സംസാരിച്ചിട്ടുണ്ടാവൂല, ചിലപ്പോ പറഞ്ഞിട്ടും ഉണ്ടാവൂല, ഒന്നുമില്ല, പക്ഷെ നോക്കി ചിരിച്ചു. കളിയാക്കുക, വെറുതെ ചിരിക്കലല്ല, കളിയാക്കിയിട്ട് പരിഹസിച്ചുകൊണ്ടുള്ള ചിരി. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വാക്കുകളാവട്ടെ പ്രവർത്തനങ്ങളാവട്ടെ എല്ലാത്തിനും വിട്ടു നിൽക്കണം. നിങ്ങൾക്കറിയുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം ഇതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൂടി. സ്വർഗവും നരകമൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ അബ്ദ ലയതകല്ലമ ബിൽ കലിമതി മിൻ റിദ്വാനില്ല ലാ യുൽഖി ലഹാ ബാല. ഒരാള് അല്ലാഹുവിന്റെ ഒരു അടിമ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചില വാക്കുകൾ പറയും, അയാളത് മനസ്സ് തട്ടിയിട്ടൊന്നും ആവില്ല പറയാം, ഒരു വാക്കങ്ങോട്ട് പറയും. ആ ഗൗരവമില്ലാതെ ചില വാക്കുകൾ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ചില വാക്കുകൾ, തൃപ്തികരമായ ചില വാക്കുകൾ പറയും. അതുകൊണ്ട് തന്നെ യർഫഉല്ലാഹു ബിഹാ ദറജാത്ത്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വാക്ക് ചില വാക്കുകൾ പറഞ്ഞതുകൊണ്ട് അള്ളാഹു അവന്റെ സ്ഥാനം ഇങ്ങനെ ഉയർത്തി കൊടുക്കും. ഇത് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിട്ടില്ല. ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? വ ഇന്നൽ അബ്ദ, ഒരടിമ, ലയതകല്ലമുൽ കലിമ, അയാൾ ചില വാക്കുകൾ പറയും, മിൻ സഖത്തില്ലാഹ്, അല്ലാഹ്ക്ക് വെറുപ്പുള്ള, അല്ലാഹ്ക്ക് ദേഷ്യമുള്ള ചില വാക്കുകൾ പറയും. ലാ യുൽഖി ലഹാ ബാല, അവൻ ഗൗരവത്തോടു കൂടി പറഞ്ഞൊന്നല്ലത്, ഗൗരവത്തിലൊന്നല്ല പറഞ്ഞ്, ഒരു തമാശയായിട്ടോ കളിയായിട്ടോ ഒക്കെ പറഞ്ഞതായിരിക്കാം, പക്ഷേ യഹ്വി ബിഹാ ഫീ ജഹന്നം, ആ വാക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ നരകത്തിലേക്ക് പതിപ്പിക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗൗരവമുണ്ട് ഈ വിഷയത്തിൽ.
ഇത്തരത്തിലുള്ള സദസ്സുകളിൽ പോലും ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ കളിയാക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുന്ന, ദീനിനെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന ആളുകളുടെ കൂടെ ഇരിക്കാൻ പാടില്ല. ചിലപ്പോൾ ഒരു കല്യാണത്തിലേക്കൊക്കെ പോകുമ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും. അപ്പോഴായിരിക്കും ഇങ്ങനെ ഒരു താടിക്ക വെച്ച ഒരാൾ ഇങ്ങനെ വരുമ്പോൾ അവനെയാണ് പിന്നെ കളിയാക്കുക. ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാളെ കളിയാക്കുക. നമ്മളൊന്നും പറയുന്നില്ല, പക്ഷെ അവരുടെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അങ്ങനെ അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. ഇദാ സമിഅതും ആയാതില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സു ബിഹാ ഫലാ തഖഉദു മഅഹും. അല്ലാഹനെ കളിയാക്കുന്ന, ദീനിനെ കളിയാക്കുന്ന ആളുകളുടെ കൂടെ വലാ തഖഉദു മഅഹും, നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കണേ ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, അത് അവരെ ഒഴിവാക്കാതെ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഇന്നക്കും ഇദ മിസ്ലുഹും, നിങ്ങളും അവരെ പോലെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ചില സദസ്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്, ചില കാഴ്ചകളൊക്കെ നമ്മൾ നിർത്തേണ്ടതുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത ചില ചാനലുകളൊക്കെ ഒരു പക്ഷേ മാറ്റേണ്ടതുണ്ടാകും. ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ പറയണത്, അള്ളാഹുവിനെയും റസൂലിനെയും കുറ്റപ്പെടുത്തുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും പറയുന്നവരുണ്ടെങ്കിൽ, അള്ളാഹിനെ കളിയാക്കുന്ന, ദീനിനെ കളിയാക്കുന്ന, സ്വഹാബത്തിനെ കളിയാക്കുന്ന, സ്വഹാബത്തിനെ വിമർശിക്കുന്ന, സ്വഹാബിമാരെ കാഫിറാക്കി ചിത്രീകരിക്കുന്ന ആളുകളുടെയൊക്കെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഈ ആയത്ത് നമ്മൾ നോക്കാം, വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാം. ഒരു തമാശയായിക്കൊണ്ടല്ല ഈ ദീൻ എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്, ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. الرسول الكريم أتاني الصديق أتاني عمر أتاني الرجال الأمات الضلال وأحيوا بهدي الكتاب البشر. أقول وقد شهدت مقلتاي جليل المعاني. Peace Radio, tune to reality.